അരാക്കൻ ആർമി മ്യാൻമറിൽ കൂട്ടക്കൊലയും ആക്രമണവും നടത്തി അവിടുത്തെ ജനങ്ങളുടെ മേൽ ഭയം വിതറിയ സേന. മ്യാൻമർ പട്ടാളത്തെ പോലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ വേട്ടയാടുന്ന സൈനിക വിഭാഗം. ജനാധിപത്യം സ്ഥാപിക്കാനെത്തി ആക്രമണത്തിന്റെ പാതയിൽ അടിച്ചമർത്തൽ നടത്തുന്ന ഭീകരസേന. ഇപ്പോൾ മ്യാൻമറും കടന്ന് ബംഗ്ലാദേശിനും ഭീഷണിയായ അരാക്കൻ ആർമി ഭാവിയിൽ ഇന്ത്യക്കും ഭീഷണിയായേക്കുമെന്നാണ് ആശങ്ക ഒരു വശത്ത് നിൽക്കുന്നത്. അതേസമയം അരാക്കൻ സൈന്യം ഇന്ത്യയുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന പ്രചാരണങ്ങളും മറുവശത്ത് കൊഴുക്കുന്നുണ്ട്. അരാക്കൻ ആർമിയെക്കുറിച്ചുള്ള വാസ്തവങ്ങൾ ഏറെയുണ്ട് പറയാൻ. മ്യാൻമറിൽ നിന്ന് കുറച്ചു കാലമായി ഉയർന്നു കേൾക്കുന്ന പേരാണ് അരാക്കൻ ആർമി. ബംഗ്ലാദേശ് മ്യാൻമർ അതിർത്തിയിൽ ഏതാനും ദിവസങ്ങളായി തുടരുന്ന സംഘർഷങ്ങളാണ് അരാക്കനെ വീണ്ടും മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. മ്യാൻമറിലെ റാഖൈൻ സംസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്ര ബുദ്ധിസ്റ്റ് വംശീയ സായുധ സംഘടനയാണിത്. നേരത്തെ അരാക്കൻ സംസ്ഥാനം എന്നാണ് റാഖൈൻ അറിയപ്പെട്ടിരുന്നത് തന്നെ. അരാക്കൻ ജനതയുടെ സ്വയം ഭരണം സ്ഥാപിക്കുക എന്നതാണ് ഈ ഭീകരവാദ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. 2009 ഏപ്രിലിൽ സ്ഥാപിതമായ യുണൈറ്റഡ് ലീഗ് ഓഫ് അരാക്കൻ അഥവാ ULA സൈനിക വിഭാഗമാണ് ഇത്. മ്യാൻമർ സർക്കാരിൽ നിന്ന് കൂടുതൽ സ്വയംഭരണവും അരാക്കൻ ജനതയുടെ പരമാധികാരവും ലക്ഷ്യം വെച്ച് ഭീകരപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗ്രൂപ്പ്. ഇപ്പോൾ അരാക്കൻ ജനതയുടെ പരമാധികാരമാണ് ലക്ഷ്യമെന്നും തങ്ങൾ അരാക്കന്റെ തന്നെ ഭാഗമായ റോഹിംഗ്യൻ ജനതയ്ക്ക് എതിരല്ലെന്നും പറയുന്നുണ്ടെങ്കിലും അരാക്കൻ സൈന്യത്തിന് മേഖലയിലെ സ്വാധീനം ലഭിച്ചതോടെ അവരും മ്യാൻമർ പട്ടാളത്തെ പോലെ തന്നെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ വേട്ടയാടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. സൈന്യത്തിന്റെ കൂട്ടക്കൊലയും ആക്രമണവും ഭയന്ന് 2017 റാഖൈനിൽ നിന്ന് ലക്ഷക്കണക്കിന് റോഹിംഗ്യകളാണ് ബംഗ്ലാദേശിലേക്ക് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നത്. മ്യാൻമറിന്റെ സൈന്യത്താൽ ദീർഘകാലമായി പീഡിപ്പിക്കപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇപ്പോൾ അരാക്കൻ സൈന്യത്തിൽ നിന്ന് പുതിയ ഭീഷണികൾ നേരിടുകയാണെന്ന് ഫ്രീ റോഹിംഗ്യ കോയിലേഷന്റെ സഹസ്ഥാപകനായ നെയ്ലോൺ എൽവിൻ വ്യക്തമാക്കുന്നു. ഇപ്പോൾ റാഖൈൻ പ്രവിശ്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അരാക്കൻ ആർമിയുടെ അധീനതയിലാണ്. തങ്ങൾ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം റോഹിംഗ്യകളെ അവർ പുറത്താക്കുകയും ചെയ്തു. അരാക്കൻ സൈന്യത്തെ മ്യാൻമർ ഭരണകൂടം നേരത്തെ തന്നെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്തെ പട്ടാള ഭരണത്തിന് കീഴിലുള്ള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ കൗൺസിലും അരാക്കനെ ഭീകരവാദ സംഘടനയായാണ് കണക്കാക്കുന്നത്. തൊഴിൽ തേടി ചൈനീസ് അതിർത്തി കടന്ന റാഖൈൻ നിവാസികളായ തേരാവാദ ബുദ്ധമതക്കാരുടെ സൃഷ്ടിയായ അരാക്കൻ ആർമി വളരെ പെട്ടെന്നാണ് ശക്തി പ്രാപിച്ചത്. മേഖലയിലെ ദാരിദ്ര്യവും ഭരണകൂടത്തിന്റെ അവഗണനയും മൂലമുണ്ടായ ജനരോക്ഷം തങ്ങളുടെ വളർച്ചയ്ക്കും വിഭവ സമാഹരണത്തിനും ഇവർ ആയുധമാക്കി. മ്യാൻമർ ചൈന അതിർത്തിയിലെ വിമതസേനകളുമായി ബന്ധമുണ്ടായിരുന്നവരാണ് AA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അരാക്കൻ ആർമിക്ക് നേതൃത്വം നൽകുന്നവരിൽ ഏറെയും. ഡ്രോണും ആർട്ടിലറിയും ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ സ്വന്തമാക്കാൻ ഇത് അരാക്കൻ ആർമിക്ക് സഹായകരമായി. യുദ്ധമുറയിലെ പ്രാവീണ്യവും അരാക്കൻ പർവ്വതനിരകൾ അഥവാ റാഖൈൻ യോമ ഉൾക്കൊള്ളുന്ന മേഖലയിലെ ഭൂപ്രകൃതിയും ഇവരുടെ മുന്നേറ്റത്തിന് കരുത്തു പകരുന്നു. 2021 സർക്കാരിനെ അട്ടിമറിച്ച് സൈന്യം അധികാരം പിടിച്ചെടുത്തതിനെ തുടർന്നുണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങളും അരാക്കൻ സൈന്യത്തിന് സ്വാധീനം വർദ്ധിപ്പിക്കാൻ വഴിയൊരുക്കി. തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ പാർലമെന്റ് അധികാരത്തിലേറുന്നതിന് തൊട്ടുമുമ്പാണ് തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ അഴിമതിയും ക്രമക്കേടും ആരോപിച്ച് പട്ടാളം അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുക്കിയത്. തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയ ഓങ് സാൻ സൂചിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി നേതാക്കളെയെല്ലാം ജയിലിൽ അടച്ചു. ഇതോടെ രാജ്യത്ത് പ്രതിഷേധങ്ങൾ പടരുകയും വ്യത്യസ്ത വംശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളവർ ഒരുമിച്ച് തെരുവിലിറങ്ങുകയും ചെയ്തു. പട്ടാള ഭരണകൂടം പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തി. ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു. 10,000 ജയിലിലാവുകയോ ഒളിവിൽ പോകാൻ നിർബന്ധിതരാവുകയോ ചെയ്തു. അരാക്കൻ ആർമി അടക്കമുള്ള വിമത സേനകൾ ഇത് ഭംഗിയായി ഉപയോഗിക്കുകയും ചെയ്തു. ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ സമരം ചെയ്യുന്ന സംഘടനകളുമായി കൈകോർക്കുകയും ചെയ്തു. ഇവരൊരുമിച്ച് പീപ്പിൾസ് ഡിഫൻസ് ഫോഴ്സ് അഥവാ PDF എന്ന സഖ്യമുണ്ടാക്കി. യന്ത്രത്തോക്കുകളും വ്യോമാക്രമണങ്ങളുമായി സൈന്യം ഇവരെ നേരിട്ടതോടെ മ്യാൻമർ സമ്പൂർണമായ ആഭ്യന്തര യുദ്ധത്തിലമർന്നു. ഇതിനിടെ റാഖൈൻ പ്രവിശ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അരാക്കൻ സൈന്യം തങ്ങളുടെ നിയന്ത്രണത്തിൽ കീഴിലാക്കിയിരുന്നു. ഇപ്പോൾ മ്യാൻമറിന് മാത്രമല്ല ബംഗ്ലാദേശിന് കൂടി ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് അരാക്കൻ ആർമി. ബംഗ്ലാദേശ് അതിർത്തിയിൽ മ്യാൻമർ സർക്കാരിന്റെ കീഴിലുണ്ടായിരുന്ന അവസാന പട്ടണമായിരുന്ന മൗങ്ഡോ കൂടി അരാക്കൻ പിടിച്ചെടുത്തതായാണ് പുതിയ
ബംഗ്ലാദേശ് സർക്കാരിന് ഭീഷണിയായി മാറിയത്. മ്യാൻമർ പട്ടാളത്തിന്റെ വ്യോമാക്രമണം ഉൾപ്പെടെ മറികടന്നായിരുന്നു അരാക്കൻ ഈ മുന്നേറ്റം നടത്തിയത്. ഇതോടെ ബംഗ്ലാദേശ് അതിർത്തിയിലെ മ്യാൻമറിന്റെ 271 കിലോമീറ്ററോളം ഭാഗം അരാക്കൻ സൈന്യത്തിന്റെ കൈവശമായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതീവ തന്ത്രപ്രധാന കേന്ദ്രമായ മൗങ്ഡോ മ്യാൻമർ പട്ടാളമായ ടാറ്റ്ഡോമിൽ നിന്ന് അരാക്കൻ സൈന്യം പിടിച്ചെടുത്തത് ബംഗ്ലാദേശിലേക്ക് കൂടി അരാക്കന്റെ ആക്രമണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. നിലവിൽ ബംഗ്ലാദേശ് മ്യാൻമർ അതിർത്തിയിലെ ബംഗ്ലാദേശ് പ്രദേശമായ ടെക്നാഫ് മേഖലയിലെ ചില ഭാഗങ്ങൾ വരെ പിടിച്ചെടുത്ത് ബംഗ്ലാദേശിലെ ഏക പവിഴ ദ്വീപായ സെന്റ് മാർട്ടിനസ് ദ്വീപിന് തൊട്ടടുത്ത് വരെ അരാക്കൻ ആർമി എത്തിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. മ്യാൻമറുമായുള്ള വ്യാപാരം ടെക്നാഫ് തുറമുഖം വഴിയാണ് ബംഗ്ലാദേശ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ അരാക്കൻ സൈന്യം ഇന്ത്യയുടെ സഹായത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന പ്രചാരണങ്ങളും ഏറെ നടക്കുന്നുണ്ട്. എക്കാലവും മ്യാൻമറിലെ പ്രശ്നങ്ങൾ ഇടപെടാറുള്ള ചൈനയുടെ അപ്രമാദിത്വം ഇല്ലാതാക്കുന്നതിന് അരാക്കൻ സേനയെ സ്വന്തം പക്ഷി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ സർക്കാർ അരാക്കൻ സേനയ്ക്ക് സഹായം നൽകുന്നതെന്നാണ് മ്യാൻമർ സൈന്യം ആരോപിക്കുന്നത്. ഇന്ത്യ അരാക്കൻ സേനയ്ക്ക് ആയുധങ്ങളും രഹസ്യ വിവരങ്ങളും കൈമാറുകയും പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് ഇവർ ആരോപിക്കുന്നു. വിമത സേനകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തും സമാധാന പ്രക്രിയക്ക് മുൻകൈയെടുത്തുമെല്ലാം മ്യാൻമറിലെ വിഷയങ്ങളിൽ ചൈന സജീവമായ ഇടപെടലാണ് എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ മ്യാൻമറിലെ സൈനിക സർക്കാരും വിമത സംഘങ്ങളും ചൈന നേടിക്കൊണ്ടിരിക്കുന്ന മേൽക്കൈ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ അരക്കാനെ സഹായിക്കുന്നതെന്നാണ് മ്യാൻമർ സൈന്യത്തിൻ്റെ ആരോപണം. പാകിസ്ഥാനോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും ഇന്ത്യയുമായി അത്ര സ്വരച്ചേർച്ചയിലല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പുതിയ ബംഗ്ലാദേശ് സർക്കാരിനെ നിലക്ക് നിർത്താൻ ഇന്ത്യ അരാക്കനെ ഉപയോഗിക്കുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യക്ക് കൂടി അതീവ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ വരുതിയിലാക്കാൻ ഇന്ത്യ നിരീക്ഷണ സംഘമായ റോ അഥവാ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അരാക്കൻ്റെ സഹായം നൽകുന്നതായാണ് പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്. ഇത് ഇന്ത്യയും കൂടി താല്പര്യമുള്ളതായാണ് ആരോപണങ്ങൾ ഏറെ ഉയർന്നത്. മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അസ്ഥിരതയും ക്രമസമാധാന പ്രശ്നങ്ങളും ഉയർത്തുന്ന വെല്ലുവിളി രൂക്ഷമാവാതിരിക്കാൻ അരാക്കൻ പോലുള്ള തീവ്ര ഭീകര ഗ്രൂപ്പുകളെ ഇന്ത്യ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുകയാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അതേസമയം ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയല്ലാതെ ഇതിനൊന്നും യാതൊരു തെളിവും നൽകാൻ ഇത്തരത്തിൽ വാർത്തകൾ പടച്ചുവിടുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പ് മിസോറാമിൽ നിന്നുള്ള രാജ്യസഭാ MP കെ മൻലാൽ വേന അരാക്കൻ സേനാ മേധാവികളെ കണ്ടതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിന് തെളിവായി ഇത്തരക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ റാഖൈൻ പ്രവിശ്യ, മിസോറാം സംസ്ഥാനം, കൊൽക്കത്ത തുറമുഖം തുടങ്ങിയവ ബന്ധിപ്പിച്ചുള്ള $484 മില്യൺ പ്രൊജക്റ്റായ കലാട്ടൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ കൂടിക്കാഴ്ച എന്ന വസ്തുത കാണാതെയാണ് മ്യാൻമർ സൈന്യം ഉൾപ്പെടെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, മ്യാൻമറിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നത് എക്കാലത്തെയും ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടുമാണ്. എന്തുതന്നെയായാലും അതിർത്തിയിൽ അരാക്കൻ പുതിയ അരാജകത്വത്തിനും ഏറ്റുമുട്ടലുകൾക്കുമാണ് വഴി തുറന്നിട്ടിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മ്യാൻമറിനും ബംഗ്ലാദേശിനും മാത്രമല്ല ഭാവിയിൽ ഇന്ത്യക്കും തന്നെ ഗുണകരമാവില്ലെന്ന കാര്യം ഉറപ്പാണ്.